നമസ്കാരം. ഡൽഹിയിലെ AICC ആസ്ഥാനത്തു നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിനിടെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം BJPയും കോൺഗ്രസും തമ്മിലുള്ള പുതിയ പോർമുഖമായി മാറുകയാണ്. വന്ദേമാതരം ആലാപനത്തിനിടെ ദേശീയ ഗീതത്തെ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പരസ്യമായി മാപ്പു പറയണമെന്ന് BJP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുതുതായി നിലവിൽ വന്ന വന്ദേമാതരം നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച് സോണിയാഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യം BJP നേതാവ് നിഷികാന്ത് ദുബെ രംഗത്തു വന്നു. ഇതോടെയാണ് കോൺഗ്രസ് വിഷയത്തിൽ പ്രതിസന്ധിയിലായത്. ഓഗസ്റ്റ് 15-ന് ഡൽഹി AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചിരുന്നു. ചടങ്ങിനിടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ ചില സംഭാഷണങ്ങളും ആംഗ്യങ്ങളും കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നതാണ് വിവാദത്തിന് തുടക്കമിട്ടത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നിൽക്കെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയതെന്നതാണ് ശ്രദ്ധേയം. വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഖാർഗെയും അസ്വസ്ഥരായതായി BJP MP അനു ഠാക്കൂർ വ്യക്തമാക്കുന്നുണ്ട്. കേവലം പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഗീതത്തെ പരസ്യമായി അവഹേളിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പാർട്ടി അധ്യക്ഷനാണ് എങ്കിലും സോണിയാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഈ സംഭവത്തിലൂടെ വ്യക്തമായി എന്നും ദളിത് ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് ഇതെന്നും അനുരാഗ് ഠാക്കൂർ പരിഹസിച്ചു. നെഹ്റുവിന്റെ കാലം മുതൽക്കേ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപത്തോടുള്ള കോൺഗ്രസിന്റെ എതിർപ്പ് ഇവിടെയും പ്രതിഫലിച്ചതായി അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം BJPയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തിയത്. ചടങ്ങിൽ ഏറെ നേരം നിലയുറപ്പിച്ച പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഇരുന്ന് നൽകാനായി ഒരു കസേര എത്തിച്ചു നൽകാൻ ആവശ്യപ്പെടുകയാണ് സോണിയാഗാന്ധി ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അല്ലാതെ ഗാനം തടസ്സപ്പെടുത്താനോ അതിനോട് അനാദരവ് കാണിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തെ BJP അനാവശ്യമായി വിവാദമാക്കേണ്ടതില്ല എന്നും ഗാനം മുഴുവനായി ചൊല്ലുന്നതിൽ തെറ്റില്ലെന്നും ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചടങ്ങിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം തന്നെയാണ് ആലപിച്ചതെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ വശങ്ങൾ പാർലമെന്റിൽ പോലും വിശദമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1937 ഒക്ടോബർ 28-ന് കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലും രവീന്ദ്രനാഥ ടാഗോറിന്റെ നിർദ്ദേശപ്രകാരമാണ് വന്ദേമാതരത്തിന്റെ ആദ്യ ഈരടികൾ മാത്രം ഔദ്യോഗിക ചടങ്ങുകൾ ആലപിക്കാൻ തീരുമാനിച്ചതെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി. അന്നു മുതൽ എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും പാർട്ടി പ്രവർത്തകരും സേവാദളും ഈ രീതി തന്നെയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മുൻകാലങ്ങളിൽ പാർട്ടി സ്വീകരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഗാനം പൂർണ്ണമായും ആലപിക്കപ്പെട്ടത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ആദ്യ വരികൾക്ക് ശേഷം ഗാനം തുടർന്നപ്പോൾ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ഭാഗത്തു നിന്നും അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന തരത്തിലാണ് BJPയും കേന്ദ്ര ഭരണപക്ഷവും ആക്രമണം ശക്തമാക്കുന്നത്. വന്ദേമാതരം അതിന്റെ പൂർണ്ണ രൂപത്തിലോ ഔദ്യോഗിക രീതിയിലോ കർശനമായി പാലിക്കപ്പെടണമെന്നതാണ് BJPയും സംഘപരിവാർ സംഘടനകളും തുടർച്ചയായി ആവശ്യപ്പെടുന്നത്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പ്രീണനത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ദേശീയ ഗീതത്തിന്റെ വരികൾ ചുരുക്കിയതെന്നായിരുന്നു BJPയുടെ പ്രധാന ആരോപണം. പുതിയ നിയമനിർമ്മാണങ്ങളുടെ വന്ദേമാതരത്തിന് കൂടുതൽ നിയമപരിരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു സംഭവം BJP വൻ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. മറുവശത്ത് ദേശസ്നേഹത്തെ അതീവ ബഹുമാനത്തോടെ കാണുമ്പോഴും അത് നിർബന്ധപൂർവ്വം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ ശക്തമായി ചെറുക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ജനങ്ങളെ ബാധിക്കുന്ന മറ്റു സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും പൊതുശ്രദ്ധ തിരിച്ചുവിടാൻ ഭരണകൂടവും BJPയും കോൺഗ്രസ് അല്ലെങ്കിൽ ബോധപൂർവം ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തുകയാണ്. വന്ദേമാതരം ആലാപനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഇതോടെ ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ കടന്നാക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ വിഷയത്തിൽ പോര് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. എന്താകും ആ പോരെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.